അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആമീൻ. അമ്മാ ബഅദ്. ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരു മോട്ടിവേഷൻ സ്പീച്ച് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. മനുഷ്യ ജീവിതത്തിൽ കാഴ്ചപ്പാടുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. നാം ഓരോ സാഹചര്യങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നും പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടാനും മറികടക്കാനും കാരണമാകുന്നു. വ്യക്തമായ കാഴ്ചപ്പാടുകളില്ലാതെ നാം ഒരിക്കലും ലക്ഷ്യത്തിലെത്തിച്ചേരുകയില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ നാം മറ്റുള്ളവരെ ശ്രവിച്ചും കാഴ്ചപ്പാടുകൾ പുതുക്കിയും വേണം മുന്നോട്ടുള്ള യാത്ര തുടരാൻ. ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം. ഒരു ദിവസം ഒരു കപ്പൽ സമുദ്രത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ കപ്പലിന് എതിർവശത്തു നിന്നും കപ്പലിലേക്ക് വെളിച്ചമടിച്ചു. അപ്പോൾ ആ കപ്പലിൻ്റെ ക്യാപ്റ്റൻ വെളിച്ചത്തിന് നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഈ കപ്പലിൻ്റെ ക്യാപ്റ്റനാണ്. നിങ്ങളുടെ കപ്പലിൻ്റെ ദിശ അടിയന്തരമായി മാറ്റേണ്ടതാണ്. അപ്പോൾ ആ വെളിച്ചത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു ശബ്ദം മുഴങ്ങി, ഞാനൊരു മുക്കുവനാണ്. നിങ്ങളുടെ കപ്പലിൻ്റെ ദിശ മാറ്റേണ്ടതാണ്. ഒരു മുക്കുവൻ പറയുന്നത് ഞാൻ എന്തിനു കേൾക്കണമെന്ന അഹങ്കാരഭാവത്തോടെ അയാൾ കപ്പലിൻ്റെ ക്യാപ്റ്റൻ മറുപടി നൽകി, എൻ്റെ കപ്പലിൻ്റെ ദിശ മാറ്റാൻ ഞാൻ ഒരുക്കമല്ല. വേണമെങ്കിൽ താങ്കളുടെ കപ്പലിൻ്റെ ദിശ മാറ്റാം. ഇത് കേട്ട മുക്കുവൻ്റെ മറുപടി ഇതായിരുന്നു, നിങ്ങൾ കാണുന്ന വെളിച്ചം ഒരു കപ്പലിൻ്റേതല്ല, അതൊരു ലൈറ്റ് ഹൗസിൻ്റേതാണ്. ദിശ മാറ്റിയില്ലെങ്കിൽ ഉറപ്പായും കപ്പൽ ലൈറ്റ് ഹൗസിലിടിക്കും. കണ്ടോ കൂട്ടുകാരെ, ഇതുപോലുള്ള തെറ്റായ കാഴ്ചപ്പാടുകളിലൂടെ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സമാക്കുന്നു. അതുകൊണ്ട് നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ ബഹുമാനിച്ചും അംഗീകരിച്ചും വേണം മുന്നോട്ടുള്ള യാത്ര തുടരാൻ. എൻ്റെ ഈ ചെറിയ പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.